വാട്ട് ഐ ഡു ഇസ് വാട്ട് ഐ പ്രാക്ടീസ്. കുറേ കാലമായിട്ട് എന്നെ വിളിക്കാത്തൊരു ഫ്രണ്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലുലു വീഡിയോസൊക്കെ അടിപൊളിയാവുന്നുണ്ട്, എന്താ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസും കുട്ടിയുടെ വീഡിയോസൊക്കെ മാറി ഇപ്പോൾ മോട്ടിവേഷൻ ലൈനിലാണല്ലോ, ഇതെങ്കിലും ക്ലച്ച് പിടിക്കുമോ എന്ന്. ആദ്യം ഭയങ്കര പ്രോത്സാഹിപ്പിച്ച് എനിക്കിങ്ങനെ ഭയങ്കര എൻകറേജ്മെൻ്റ് ഒക്കെ താഴെ അതങ്ങോട്ട് ഇട്ടുകൊണ്ട് ഉടച്ച പോലെയായിരുന്നു കേട്ടോ സംസാരം. എൻ്റെ പേജ് കണ്ടാൽ അറിയാം, ഞാൻ കുറേ കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കുറേ കുട്ടികളുടെ വീഡിയോസ് ഉണ്ട്, കുറേ പാട്ട് പാടും. അപ്പോൾ എന്നോട് തന്നെ കുറേ ഇൻസ്റ്റഗ്രാം ഇതിൻ്റെ ഗ്രോത്ത് ആൽഗോരിതം അറിയുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പേജിന് ഗ്രോത്ത് ഇല്ലാത്ത, നീ ഒരു നിഷിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ടാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണെന്ന്. യെസ്, ഐ എക്സ്പെരിമെൻറ്റ് തിങ്സ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ആ ടൈമിൽ ഓക്കെ ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്നതാണ്. അല്ലാതെ ഐ ഹാവൻ ബിൽഡ് എ നിഷ്. അതേപോലെയാണ് ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഞാൻ കടന്നു പോയിട്ടുള്ള മൈ ലൈഫ് എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ ദോസ് കോഡ്സ് ആൻഡ് ദോസ് തിങ്സ് വിച്ച് റെസനേറ്റ്സ് വിത്ത് മീ, അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു ഇടയിൽ കൂടെ ഒരു മോട്ടിവേഷൻ കോച്ച് കളിക്കുന്നതല്ല. ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയാലും ദോസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ ഹാവ് ഗോൺ ത്രൂ, അല്ലെങ്കിൽ ദോസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ വിൽ എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചതോ ഇൻസ്റ്റഗ്രാമിൽ ചുമ്മാ കണ്ട കോഡ്സോ നിങ്ങളോട് വന്ന് പറയുന്നതല്ല. അത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയല്ല. ആ പരിപാടി ആർക്കും ചെയ്യാം. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പിന്നിലിട്ടിട്ട് കുറച്ച് സ്ലോയിലൊക്കെ ഇരുന്ന് ഏതെങ്കിലും മോട്ടിവേഷണൽ കോഡ്സ് വന്ന് പറയാൻ അത് എളുപ്പമല്ലേ. ദാറ്റ്സ് വെരി സിമ്പിൾ ബ്രോ. ബട്ട് വാട്ട് ഐ ഡു ഇസ് വാട്ട് ഐ പ്രാക്ടീസ്. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായില്ലേ? അല്ലാതെ ക്ലച്ച് പിടിക്കാതെ അല്ല.